കമ്പ്യൂട്ടർ സയൻസിൻ്റെ +1 ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് 2 പാർട്ടുണ്ട്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് 1 ആണ് പഠിക്കുന്നത്. പാർട്ട് 1ൻ്റെ അകത്ത് ഫസ്റ്റ് ചാപ്റ്റർ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ടോപ്പിക്, ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഈ ചാപ്റ്ററിൻ്റെ അകത്ത് എന്തെല്ലാം സെക്ഷനാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ, ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഈ പ്രധാനപ്പെട്ട ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. ഇതൊരു ടെക്സ്റ്റ് ബേസ് പഠനമാണ്. അതായത് ടെക്സ്റ്റിൻ്റെ അകത്ത് എന്തെല്ലാം ഉണ്ടോ അത് നമ്മൾ ടെക്സ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചില വീഡിയോസും ചില പ്രസൻറ്റേഷൻസും നമ്മൾ അതിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്തും കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് വരാം. അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു. നമ്മളിതിൻ്റെ അകത്ത് ഇന്ന് കാണുന്ന നമ്പർ സിസ്റ്റം, അതിന് മുന്നിൽ പല നമ്പർ സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന, അതായത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിന് മുന്നിൽ അനേക നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ സിസ്റ്റം ഫോം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഴയ കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്പർ സിസ്റ്റം, അവർക്ക് നമ്പേഴ്സിനെ കുറിച്ച് ധാരണയില്ലായിരുന്നു. പിന്നീട് നമ്പേഴ്സിനെ കുറിച്ച് ധാരണയായപ്പം അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾസ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ സ്റ്റോൺ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബാംബു റോഡ്സ്, മുളങ്കമ്പുകൾ വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കയറുകൾ കെട്ടിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഇവർ ഈ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്തെ നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ അതിനകത്ത് ആദ്യത്തെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റമാണ്. സോ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം ഇറ്റ് എമേർജ്ഡ് അറൌണ്ട് 3000 BC. ഇതിന്റെ ബേസ് 10 ആണ്. ബേസിന് വേറൊരു പേര് റാഡിക്സ് എന്നാണ്. എന്താണ് ബേസ്, റാഡിക്സ് എന്ന് നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇതിൻ്റെ ഈ നമ്പർ സിസ്റ്റത്തിന്റെ അകത്ത് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്ത് എഴുതിയിരുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്ത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. നമ്മൾ അറബിക് ലാംഗ്വേജിന്റെ അകത്തൊക്കെ കാണുന്ന പോലെ വലത്തുവശത്ത് നിന്ന് ഇടത്തുവശത്തേക്കായിരുന്നു ഈ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്തത്. പിന്നീട് വന്ന നമ്പർ സിസ്റ്റത്തിന്റെ പേരാണ് സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 60 ആയിരുന്നു. അതുകൊണ്ട് ഈ നമ്പർ സിസ്റ്റത്തിന്റെ വേറൊരു പേര് സെക്സാജെസിമൽ സിസ്റ്റം എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണെന്ന് പറഞ്ഞു. എന്നാൽ ഈ സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റത്തിന്റെ പേര്, അതിന്റെ ബേസ് എന്ന് പറയുന്നത് 60 ആണ്. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും സെക്സാജെസിമൽ നമ്പർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്ന നമ്പർ സിസ്റ്റം സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റമാണ്. ഇതിൻ്റെ അകത്ത് നമ്പേഴ്സ് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എഴുതിയിരുന്നത്. ഇതിൻ്റെ അകത്ത് 0 എന്ന് പറയുന്നതിന് ഒരു സിമ്പിൾ ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് 0 എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ ഐഡിയ ഉണ്ടായിരുന്നു. അവർക്ക് 0 എപ്പോഴെല്ലാം റെപ്രസെന്റ് ചെയ്യേണ്ടി വന്നോ അപ്പോഴെല്ലാം അവർ നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് സ്പേസ് വെച്ചിരുന്നു. നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഗൂഗിൾ മീറ്റിൽ നമ്മളത് കണ്ടതാണ്. അടുത്ത നമ്പർ സിസ്റ്റത്തിന്റെ പേര് ചൈനീസ് നമ്പർ സിസ്റ്റമാണ്. ചൈനീസ് നമ്പർ സിസ്റ്റം was emerged around 2500 BC. It was the simplest and most efficient number system. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരുന്ന ബേസ് 10 ആണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് 10 ആണ്. അതിനെ ഡെസിമൽ എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വെരി സിമിലർ ടു ദ വൺ വി യൂസ് ടുഡേ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, പിന്നീട് വന്ന സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചും കാട്ടിലും കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് ഒരു എഫിഷ്യന്റ് അല്ലെ എഫക്റ്റീവ് ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു ചൈനീസ് നമ്പർ സിസ്റ്റം. They use small bamboo rods. ബാംബു റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, അവർ ചെറിയ മുളങ്കമ്പുകളാണ് നമ്പേഴ്സിനെ, അതായത് 1 to 9 നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് വന്ന നമ്പർ സിസ്റ്റമാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഇത് പരീക്ഷയ്ക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കും. ഗ്രീക്ക് നമ്പർ സിസ്റ്റത്തിന്റെ വേറെ ഒരു പേര് അയോണിയൻ നമ്പർ സിസ്റ്റം എന്നാണ്. അയോണിയൻ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിന്റെ അകത്തും 0 എന്ന് പറയുന്ന നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ ഒരു പർട്ടിക്കുലർ സിമ്പിൾ ഇല്ലായിരുന്നു. ഈ നമ്പർ സിസ്റ്റം ഈ റോമൻസ് സ്റ്റാർട്ട് യൂസിങ് മാത്തമാറ്റിക്സ് ഫോർ മോർ പ്രാക്ടിക്കൽ പർപ്പസ് സച്ച് എസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ്, ബ്രിഡ്ജസ് എക്സെട്ര. ഈ നമ്പർ സിസ്റ്റം എണ്ണാൻ വേണ്ടിയുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തത് ഈ റോമൻസ് ആണ്. ഇതിൻ്റെ അകത്ത് അവർ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനോ ഒക്കെ ഈ നമ്പേഴ്സിന്റെ സഹായം തേടി. ഓക്കെ, ഇതിൻ്റെ അകത്ത് 7 ലെറ്റേഴ്സ് ആണ്. ഇതിനകത്ത് പലതും നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഈ നമ്പേഴ്സ് ആണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വന്ന നമ്പർ സിസ്റ്റം ആണ് മായൻസ് നമ്പർ സിസ്റ്റം. ഇതിന്റെ ബേസ് 20 ആയിരുന്നു. എന്തുകൊണ്ടാണ് 20 ബേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കയ്യിലെയും കാലുകളുടെയും വിരലുകളുടെ ടോട്ടൽ എണ്ണം
അതിൻ്റെ ടോട്ടൽ എണ്ണമാണ് അവരെടുത്തിരുന്നത്. കയ്യിലെ പിന്നെ 10 വിരലുകൾ കഴിഞ്ഞ് കാലിലെയും 10 വിരലുകൾ എണ്ണി അങ്ങനെ അവർ ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അതുകൊണ്ടാണ് 20 ആയത്. ഓക്കെ, this number system could produce very accurate astronomical observation and make measurements with greater accuracy. കുറച്ചും കൂടെ കൃത്യതയായിട്ടുള്ള ഒരു മെഷർമെന്റ് ഒക്കെ ഈ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നീട് വന്ന നമ്പർ സിസ്റ്റമാണ് ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം. ഇറ്റ് വാസ് ആക്ച്വലി ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ അറൌണ്ട് 1500 years ago. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു നമ്പർ സിസ്റ്റമാണ്. അതിന്റെ പേര് ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം എന്നാണ്. ഈ നമ്പർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ്. പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ പൊസിഷൻ നമ്പർ സിസ്റ്റം, ഈ നമ്പർ സിസ്റ്റത്തിന്റെ അകത്താണ് സീറോക്ക് ഒരു പർട്ടിക്കുലർ സിമ്പിൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു സീറോ എന്ന് പറഞ്ഞ ഐഡിയ ഉണ്ടായിരുന്നെങ്കിലും സീറോ എന്നുള്ളതിന് ഒരു സിമ്പിൾ ഇല്ലായിരുന്നു. അതിന് പകരം അവർ ബ്ലാങ്ക് സ്പേസ് ഒക്കെ വെച്ചെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുക, ഇത് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ഇന്ത്യസ് ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ സീറോ എന്നുള്ള സിമ്പിൾ എന്നുള്ളത്. ഈ നമ്പർ സിസ്റ്റം കുറേയും കൂടെ എഫിഷ്യന്റ് ആയതുകൊണ്ട് പിന്നീട് പല രാജ്യങ്ങളും ഈ ന്യൂമറൽ സിസ്റ്റം ആണ് അഡോപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ന്യൂമറൽ സിസ്റ്റം ആണ് അവർ സ്വീകരിച്ചത്. ഓക്കെ, ഇനി അടുത്തത് ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്നാണ്. ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ മുമ്പ് നേരത്തെ നമ്മൾ പഠിച്ച ഈ നമ്പർ സിസ്റ്റം എല്ലാം ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ ആദ്യം പറഞ്ഞ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഓർക്കണം. 10 എന്നാണ്. നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്തിരുന്ന റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. പിന്നീട് വന്നത് സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 60 ആയതുകൊണ്ട് ഈ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന വേറൊരു പേര് സെക്സാഡെസിമൽ സിസ്റ്റം എന്നുള്ളതാണ്. നമ്പേഴ്സ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എഴുതിയിരുന്നത്. സീറോ എന്ന് പറയുന്നതിന് സിമ്പിൾ ഇല്ല, അവർക്ക് അറിയില്ലെങ്കിലും സീറോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയായിരുന്നു. എപ്പോഴെല്ലാം സീറോ വേണ്ടിയിരുന്നോ അപ്പോഴെല്ലാം അവരൊരു ബ്ലാങ്ക് സ്പേസ് അതിൻ്റെ അകത്ത് വെച്ചിരുന്നു. പിന്നീട് വന്ന ചൈനീസ് നമ്പർ സിസ്റ്റം കുറച്ചും കൂടെ സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു. ഇതിന് ഇന്ന് കാണുന്ന പോലെ ബേസ് 10 ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നീട് വന്ന നമ്പർ സിസ്റ്റമാണ് ഗ്രീക്ക് നമ്പർ സിസ്റ്റം. ഈ നമ്പർ സിസ്റ്റത്തിന്റെ വേറൊരു പേര് അത് പരീക്ഷയ്ക്ക് ചോദിക്കും, അയോണിയൻ നമ്പർ സിസ്റ്റം ആണ്. ഇതിൻ്റെ അകത്തും സീറോ എന്ന് പറയുന്നതിന് പർട്ടിക്കുലർ ഒരു സിമ്പിൾ ഇല്ലായിരുന്നു. പിന്നീട് വന്നത് മായൻസ് നമ്പർ സിസ്റ്റം. ഇതിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 20 ആയിരുന്നു. എന്തുകൊണ്ടാണ് 20 വന്നതെന്ന് പറഞ്ഞു. അതായത് കൈയിലെയും കാലുകളുടെയും വിരലുകളുടെ എണ്ണമാണ് അവർ കൂട്ടി നോക്കിയിട്ട് അതാണ് അതിന്റെ ബേസ് ആയിട്ട് വന്നത്. പിന്നീട് വന്ന നമ്പർ സിസ്റ്റം ലോകത്തിലെല്ലാവരും അംഗീകരിച്ച ഒരു നമ്പർ സിസ്റ്റം ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം ആണ്. ഇറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നമ്പർ സിസ്റ്റത്തിന്റെ അകത്താണ് സീറോയ്ക്ക് ഒരു സിമ്പിൾ യൂസ് ചെയ്തത്. സോ ഇതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ സെക്ഷൻ്റെ അകത്തെ ആദ്യത്തെ പാർട്ട്. ഈ നമ്പർ സിസ്റ്റം എല്ലാം അതും അതിൻ്റെ വേറെ പേരുണ്ടെങ്കിൽ അതും അതിൻ്റെ ബേസും അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നോക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.